തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാൻ ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിക്കാൻ പരിശോധന നടത്തും. പ്രതിയുടെ മാനസിക നില പരിശോധിക്കാൻ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കൂട്ടക്കൊലയിലേക്ക് നയിച്ചത് സാമ്പത്തിക ബാധ്യതയെന്ന് പ്രതിയുടെ മൊഴി. അന്വേഷണത്തിന് 3 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം. കൂട്ടക്കൊലയിൽ നടുക്കം മാറാതെ നാട്. പ്രതി അഫാൻ മുത്തശ്ശിയുടെ വീട്ടിലെത്തുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. കൊലകൾക്കായി ബാഗിൽ ചുറ്റികയുമായി പ്രതി സഞ്ചരിച്ച 25 കിലോമീറ്റർ. ആദ്യം ആക്രമിച്ചത് അമ്മയെ, ഒടുവിൽ കൊലപ്പെടുത്തിയത് അനുജനെ. ലത്തീഫും ഭാര്യ സാജിദയും കൊല്ലപ്പെട്ടത് ഉച്ചയ്ക്ക് ശേഷം. ലത്തീഫിന്റെ വീട്ടിൽ അഫാൻ മോഷണശ്രമം നടത്തിയെന്ന് പോലീസ്. മലപ്പുറം ചുങ്കത്തറയിൽ LDF-ന് ഭരണനഷ്ടം. PV അൻവറിന്റെ പിന്തുണയോടെയുള്ള UDF അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ. വോട്ടെടുപ്പിനിടെ ഏറ്റുമുട്ടി UDF LDF പ്രവർത്തകർ. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് 17 സീറ്റിൽ വിജയം. UDF-ന് 12 സീറ്റിൽ വിജയിച്ചു. മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ലെന്ന നിലപാട് ആവർത്തിച്ച CPIM. BJP സർക്കാർ നിയോ ഫാസിസ്റ്റ് സർക്കാർ എന്ന് പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. നിലപാടെടുത്തത് കൃത്യമായി വിശകലനം ചെയ്ത ശേഷം. CPIക്ക് അവരുടേതായ വിശകലനം നടത്താൻ അവകാശമുണ്ടെന്ന് വിശദീകരണം. രമേശ് ചെന്നിത്തല എതിർക്കുന്നത് വിവരമില്ലായ്മ കൊണ്ടെന്ന് A. വിജയരാഘവൻ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് ആരോഗ്യവകുപ്പിന്റെ അന്ത്യശാസനം. അടിയന്തരമായി ജോലിക്ക് ഹാജരാകണമെന്ന് നിർദ്ദേശം. പണിമുടക്ക് തുടരുകയാണെങ്കിൽ പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗ സാധ്യത. സാധാരണയിലും 4 ഡിഗ്രി വരെ ചൂട് ഉയർന്നേക്കും. വിനോദസഞ്ചാരികളും വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ ഒഴിവാക്കും. രാമചന്ദ്രൻ നായർക്കെതിരെ തെളിവില്ലെന്ന സർക്കാർ ഹൈക്കോടതിയിൽ. കേസ് റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി റദ്ദാക്കി. നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതി പൾസർ സുനിക്കെതിരെ വിചാരണ കോടതിയിൽ റിപ്പോർട്ട് നൽകിയ അന്വേഷണ സംഘം. സുനി ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന് കോടതിയെ അറിയിച്ചു. നടപടി കുറുപ്പംപടിയിൽ ബാറിൽ കയറി ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട സുനിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യം. കാസർഗോഡ് കൊളത്തൂരിൽ നിന്നും വനംവകുപ്പ് പിടികൂടിയ പുലിയെ ജനവാസ മേഖലയിൽ ഉൾപ്പെടുന്ന വനപ്രദേശത്ത് തുറന്നുവിട്ടതായി പരാതി. വനംവകുപ്പ് അധികൃതർ വാഹനങ്ങളിലെത്തി പുലിയെ തുറന്നുവിട്ടെന്ന ആരോപണം. ആശങ്കയിൽ പ്രദേശവാസികൾ. ഡൽഹി നിയമസഭയിൽ ആദ്യ ദിനം തന്നെ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ. ലഫ്റ്റനന്റ് ഗവർണറുടെ നയപ്രഖ്യാപനത്തിനിടെ ബഹളം വെച്ചതിന് പ്രതിപക്ഷ നേതാവ് അതിഷി ഉൾപ്പെടെ 11 AAP MLA-മാർക്കെതിരെ സഭയിൽ നിന്ന് പുറത്താക്കി. പ്രതിപക്ഷ ബഹളം, മദ്യനയ അഴിമതി അടക്കം 14 CAG റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രി സഭയിൽ വച്ചതിന് പിന്നാലെ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ശ്വാസതടസ്സം കുറഞ്ഞു. വൃക്കരോഗങ്ങളിലും ആശങ്ക വേണ്ടെന്ന് വത്തിക്കാൻ. ഓക്സിജൻ നൽകുന്നത് തുടരും.